ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിയ, വേർബ്. ഓക്കെ, പ്രവൃത്തിയെ കുറിക്കുന്നത് ക്രിയ. ഉദാഹരണം എന്താണ്? ഓടുക, ചാടുക, നടക്കുക. പ്രവൃത്തിയെ കുറിക്കുന്ന നാമപദം ക്രിയാനാമം. ഉദാഹരണം ഓട്ടം, ചാട്ടം, നടത്തം. ക്രിയ ഒന്ന് സകർമ്മം, സകർമ്മകം, അകർമ്മകം. കേവലം, പ്രയോജകം, മുറ്റുവിന, പറ്റുവിന എന്നിങ്ങനെ മൂന്ന് തരത്തിലാണുള്ളത്. സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്താണെന്ന് നോക്കാം. സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മത്തോട് കൂടിയ ക്രിയകളാണ് സകർമ്മക ക്രിയകൾ. ഓക്കെ, ആരെ, എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമുള്ളതാണ് സകർമ്മക ക്രിയ. ഓക്കെ, ഉദാഹരണം എന്താണ്? കൊല്ലുക. ആരെ, എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമുള്ളതാണ് സകർമ്മക ക്രിയ. ഉദാഹരണം കൊല്ലുക. രാമൻ രാവണനെ കൊന്നു. തല്ലുക, ടീച്ചർ കുട്ടിയെ തല്ലി. സ്നേഹിക്കുക, ഞാൻ അവളെ സ്നേഹിച്ചു. ഓക്കെ, അകർമ്മക ക്രിയ എന്താണ്? കർമ്മമില്ലാത്ത ക്രിയകളാണ് അകർമ്മക ക്രിയകൾ. ആരെ ഓർ എന്തിനെ എന്ന് ചോദിക്കാൻ സാധിക്കാത്തത്. ഉദാഹരണം ഓടുക, ഞാൻ ഓടി. നടക്കുക, അവൻ നടന്നു. ഉറങ്ങുക, കുട്ടി ഉറങ്ങി. രാമൻ രാവണനെ കൊന്നു. കർത്താവ്, കർത്താവാണ്. കർത്താവ് ഓർ സബ്ജക്റ്റ് ആണ് രാമൻ. രാവണൻ, രാവണനെ എന്ന് പറയുന്നത് കർമ്മം ഓർ ഒബ്ജക്റ്റ് ആണ്. കൊന്നു എന്നുള്ളത് ക്രിയ ഓർ വേർബാണ്. ക്രിയ ചെയ്യുന്ന ആൾ കർത്താവ്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ക്രിയ. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന രണ്ടാമൻ കർമ്മം ഓർ ഒബ്ജക്റ്റ്. നെക്സ്റ്റ് കേവല ക്രിയ, അതേപോലെ പ്രയോജക ക്രിയ. എന്താണ് കേവല ക്രിയ എന്ന് പറഞ്ഞാൽ ആരുടെയും നിർബന്ധം ഇല്ലാതെ സ്വയം ചെയ്യുന്നതാണ് കേവല ക്രിയ. ഉദാഹരണം എന്താണ്? കാണുക, കേൾക്കുക, ചിരിക്കുക, കരയുക, ഉറങ്ങുക, ഉണ്ണുക. പ്രയോജക ക്രിയ എന്താണ്? നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ്. അതായത് ഉദാഹരണം കാട്ടുക, കേൾപ്പിക്കുക, ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, കരയിക്കുക, ഉറക്കുക, ഊട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്രിയകളാണ് മുറ്റുവിന, പറ്റുവിന. മുറ്റുവിന എന്ന് പറഞ്ഞതാ മുഴുവനായ വിനയാണ് മുറ്റുവിന. പൂർണ്ണമായ ക്രിയയാണ് മുറ്റുവിന. വാക്യങ്ങളുടെ ഒടുവിൽ മാത്രം കാണാനാവുന്നതാണ് മുറ്റുവിന. ഓക്കെ, ഉദാഹരണം എന്തൊക്കെയാണ്? കണ്ടു, കേട്ടു, പറഞ്ഞു, ഓടി, ചാടി, വന്നു. പറ്റുവിന എന്ന് പറഞ്ഞാലോ പറ്റിച്ചേർന്ന് നിൽക്കുന്ന വിനയാണ് പറ്റുവിന. അപൂർണ ക്രിയയാണ് അപൂർണ ക്രിയ. നാമത്തിനും ക്രിയയ്ക്കും വിശേഷണമായി വരുന്നതാണ് പറ്റുവിന. ഉദാഹരണം എന്താണ്? കണ്ട സിനിമ, കേട്ട സത്യം, പറഞ്ഞ് ചിരിച്ചു, ഓടി വന്നു, ചാടി പോയി, വന്നു കണ്ടു. കേവല ക്രിയ രണ്ടു വിധം. കാരിത ക്രിയയുണ്ട്, അകാരിത ക്രിയയുണ്ട്. കേവല ക്രിയ, കാരിത ക്രിയ എന്താണ്? കാരിത ക്രിയ കേവല ക്രിയയിൽ ക്യൂ ഉള്ളത്, കേവല ക്രിയയിൽ കു ഉള്ളത്. പഠിക്കുക, ചിരിക്കുക, കളിക്കുക, വായിക്കുക. ഓക്കെ, അകാരിത ക്രിയ എന്താണ്? കേവല ക്രിയയിൽ കു ഇല്ലാത്തതാണ്. ഉദാഹരണം കാണുക, കരയുക, ഉറങ്ങുക, ചൊല്ലുക. ഓക്കെ, പറ്റുവിന രണ്ടു വിധത്തിലാണുള്ളത്. എച്ചം, വിശേഷണം. ഓക്കെ, പേരച്ചം, പേരച്ചവും വിനയച്ചവും ഉണ്ട്. പേരച്ചം എന്താണ്? നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നതാണ് പേരച്ചം. ഉദാഹരണം കളിക്കുന്ന കുട്ടി, പഠിക്കുന്ന രാജു, ഉറങ്ങുന്ന രാധ, പറക്കുന്ന പക്ഷി. ഓക്കെ, വിനയച്ചം എന്താണ്? ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നതാണ് വിനയച്ചം. ഉദാഹരണം എന്താണ്? കണ്ടു പഠിച്ചു, കേട്ടു ചിരിച്ചു, ഓടി വന്നു, നടന്നു പോയി. ഏതൊരു പദം കൊണ്ട് നാമത്തെ വിശേഷിപ്പിച്ചാലും അത് നാമവിശേഷണമാണ്. നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് പേരച്ചമാകുന്നത്. ഏതൊരു പദം കൊണ്ട് നാമത്തെ വിശേഷിപ്പിച്ചാലും അത് നാമവിശേഷമാണ്, വിശേഷണമാണ്. നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് പേരച്ചമാകുന്നത്. ഉദാഹരണം വരയ്ക്കുന്ന കുട്ടി പേരച്ചം, ബുദ്ധിമാനായ കുട്ടി നാമവിശേഷണം. എല്ലാ പേരച്ചങ്ങളും നാമവിശേഷങ്ങളാണ്. നാമവിശേഷണം പേരച്ചം ആകണമെന്ന് നിർബന്ധമില്ല. ഏതൊരു പദം കൊണ്ട് ക്രിയയെ വിശേഷിപ്പിച്ചാലും അത് ക്രിയാവിശേഷണമാണ്. ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നത് വിനയച്ചം. ഉദാഹരണം ഭംഗിയായി എഴുതി ക്രിയാവിശേഷണം, നോക്കി എഴുതി വിനയച്ചം. എല്ലാ വിനയച്ചങ്ങളും ക്രിയാവിശേഷണങ്ങളാണ്. ക്രിയാവിശേഷണങ്ങളെല്ലാം വിനയച്ചം ആകണമെന്നില്ല. വിനയച്ചം 5 വിധം: മുൻ വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. മുൻ വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം, നടു വിനയച്ചം, പാക്ഷിക വിനയച്ചം. ഓക്കെ, മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ക്രിയയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന അപൂർണ ക്രിയ. ഇ. ഓക്കെ, കണ്ട് പഠിച്ചു, കേട്ട് ഉറങ്ങി, വന്ന് കണ്ടു, ഓടിപ്പോയി, ചാടി വന്നു. ഓക്കെ, പിൻ വിനയിച്ചത് എന്താണ്?
പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണ ക്രിയ. ആൻ കളിക്കാൻ വന്നു, കുളിക്കാൻ പോയി, ഉറങ്ങാൻ കിടന്നു, പഠിക്കാൻ ഇരുന്നു. ഓക്കെ. തൻവിനേച്ചം. തൻവിനേച്ചം പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് സംഭവിക്കുന്നതാണ് തൻവിനേച്ചം. അവേ ഓർ ഓൾ നടക്കവേ വീണു, നടന്നപ്പോൾ വീണു. പറയവേ തെറ്റി ഓർ പറഞ്ഞപ്പോൾ തെറ്റി. കാണവേ പറഞ്ഞു ഓർ കണ്ടപ്പോൾ പറഞ്ഞു. ഓക്കെ. നടുവിനേച്ചം. നടുവിനേച്ചം ക്രിയയെ നടുക്ക് കൃത്യമായി നിർമ്മിച്ചെടുക്കുന്നതാണ് നടുവിനേച്ചം. ആ, ക, ഉക്ക കാണുക ഉണ്ടായി, പറയുക ഉണ്ടായി, ചെയ്യ വേണം, പറക വയ്യ, വരിക വേണം. ഓക്കെ. പാക്ഷിക വിനയിച്ചം എന്താണ്? പാക്ഷിക വിനയിച്ചം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റൊന്ന് ഫലം. ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റൊന്ന് ഫലം. ആൽ ഓർ ഇൽ വന്നാൽ കാണാം, കണ്ടാൽ പറയാം, പറഞ്ഞാൽ കേൾക്കാം, നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിടാം. നേടിടാം. പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓക്കെ. ആൽ ഓർ ഇൽ. ഓക്കെ. വന്നാൽ, കണ്ടാൽ, പറഞ്ഞാൽ, നമിക്കിൽ, നടുകിൽ, നൽകുകിൽ. ഓക്കെ. കർമ്മം നപുംസക ജീവനില്ലാത്തത് ആണെങ്കിൽ അതിനോടൊപ്പം എ പ്രത്യയം പ്രതിഗ്രാഹിക ചേർക്കാറില്ല. എന്നിരുന്നാലും അവയെ കർമ്മമായിട്ട് പരിഗണിക്കണം. ക്രിയ സകർമ്മകമായിരിക്കും. ഉദാഹരണം, അയാൾ പത്രം വായിച്ചു, പത്രത്തെ. കുട്ടി പാൽ കുടിച്ചു, പാലിനെ. ഞാൻ പുസ്തകം വാങ്ങിച്ചു, പുസ്തകത്തെ. 2. സാധാരണഗതിയിൽ കർമ്മത്തിന് ജീവനുണ്ടെങ്കിൽ കർമ്മത്തോട് ചേരുന്നത് എ എന്ന പ്രതിഗ്രാഹിക വിഭക്തിയാണ്. ഉദാഹരണം, രാമൻ രാവണനെ കൊന്നു, ഞാൻ അവളെ സ്നേഹിച്ചു, അവൾ എന്നെ വഞ്ചിച്ചു. 3. നടുക്ക് വന്നത് കൊണ്ടായില്ല. വേറെ ഏതു പ്രത്യയം ചേർന്നാലും അതിനെ കർമ്മമായി പരിഗണിക്കില്ല. നടുക്കുള്ളത് കർമ്മമില്ലെങ്കിൽ ക്രിയ അകർമ്മകം ആയിരിക്കും. ഉദാഹരണം, അയാൾ കസേരയിൽ ഇരുന്നു, ഞാൻ അവനോട് ചോദിച്ചു, അവൻ എനിക്ക് തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. ബൈ.